ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലുള്ള ഗാസ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് നിരായുധീകരണവും ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹമാസ്. ഇപ്പോഴും കൈവശമുള്ള ആയുധങ്ങൾ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ച് തുറന്ന മനസ്സുള്ളതെന്ന് അസോസിയേറ്റഡ് പ്രസിന് അനുവദിച്ച അഭിമുഖത്തിൽ ഹമാസ് നേതാവ് ഖാസിം നയീം പറഞ്ഞു. US കാർമ്മികത്വത്തിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രകാരം ഹമാസ് കൈവശം വയ്ക്കുന്ന ആയുധങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് കൈമാറണം. 20 വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലെ സുപ്രധാന വിഷയമാണ് ഹമാസ് നിരായുധീകരണം. നശിപ്പിക്കുകയോ സൂക്ഷിച്ചു വയ്ക്കലോ കൈമാറലോ എന്തുമാകാം, പക്ഷേ പലസ്തീനുവാദികൾ പാലിച്ചാകണം. വെടിനിർത്തൽ കാലത്ത് ഒരിക്കൽ പോലും ഉപയോഗിക്കാതിരിക്കലുമാകാം, അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിന് അരികെയാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞെങ്കിലും വിഷയത്തിൽ അവ്യക്തതകൾ തുടരുകയാണ്. കരാറിലെ പ്രധാന നിർദ്ദേശമായ ഗാസയിൽ അന്താരാഷ്ട്ര സേനയിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾ ആരൊക്കെ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇസ്രായേൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല. അന്താരാഷ്ട്ര സേനയാകാമെന്ന് ഹമാസ് അംഗീകരിക്കുമ്പോഴും ഗാസയിൽ അവർക്ക് പരിമിത അധികാരമേ ആകാവൂ എന്ന് നിലവിൽ ഭരണം കൈക്കൊള്ളുന്ന സംഘടന പറയുന്നു. അതിർത്തിയോട് ചേർന്ന് UN സേനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യലും സംഘർഷം പടരാതെ സൂക്ഷിക്കലും അവർക്ക് ചെയ്യാം. എന്നാൽ പലസ്തീൻ മണ്ണിൽ അവർക്ക് അധികാരം അംഗീകരിക്കാനാകില്ല എന്നും നയീം ഖാസിം പറഞ്ഞു. വെടിനിർത്തൽ പ്രതിസന്ധിയിലാണെന്ന് ശനിയാഴ്ച ദോഹ ഫോറത്തിൽ ഖത്തർ, ഈജിപ്ത്, നോർവേ രാജ്യങ്ങൾ ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ ഗാസ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും അറിയിച്ചിരുന്നു. USന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥ സംഘം രണ്ടാം ഘട്ട കരാർ നടപടികൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമുണ്ടാകുകയും ഗാസ സ്ഥിരതയിലേക്ക് തിരിച്ചു പോകുകയും ജനത്തിനകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയുകയും ചെയ്യും വരെ വെടിനിർത്തൽ പൂർണ്ണമാകില്ല. നിലവിൽ അങ്ങനെയൊരു സാഹചര്യമായിട്ടില്ല എന്നും അൽ താനി വ്യക്തമാക്കിയിരുന്നു. 2 വർഷമായി തുടർന്ന വംശഹത്യ ഭാഗികമായി അവസാനിപ്പിച്ചുവെങ്കിലും ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം 360 പലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഗാസ സിറ്റിയിലെ ബോംബിംഗിൽ 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഒക്ടോബർ 1 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 20 സമാധാന കരാർ പ്രകാരം ഒന്നാം ഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട്. നിരവധി ബന്ദികളെ മോചിപ്പിച്ചതിന് പകരമായി 100 കണക്കിന് പലസ്തീനി തടവുകാരെയും വിട്ടയച്ചിട്ടുണ്ട്. അവസാന ബന്ദിയുടെ മൃതദേഹവും വിട്ടുകിട്ടാനുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം കഴിഞ്ഞയാഴ്ച പ്രതിനിധി സംഘത്തെ ഈജിപ്തിലേക്ക് അയച്ചിരുന്നു. വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ അന്താരാഷ്ട്ര സേന ഇറങ്ങുകയും ഭരണം രാജ്യാന്തര സമിതിക്ക് കൈമാറുകയും വേണം. ഹമാസിനെ നിരായുധീകരിക്കുക, ഇസ്രായേൽ സൈനിക പിന്മാറ്റം പൂർത്തിയാക്കുക എന്നിവയും വേണം. ഇതൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ട്രംപ് അധ്യക്ഷനാകുന്ന രാജ്യാന്തര സമിതി ഈ വർഷ അവസാനത്തോടെ ഗാസ ഭരണം ഏറ്റെടുത്തേക്കുമെന്ന് അറബ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടതാണെങ്കിലും അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ പുറത്തുപോകാൻ മാത്രം അനുവദിച്ച റഫ അതിർത്തി തുറക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായി രംഗത്തെത്തി. ഇതുവഴി പലസ്തീനികൾക്ക് നാടുവിടാൻ മാത്രമേ അനുമതി ഉണ്ടാകൂ, തിരിച്ചെത്താനാകില്ല. സഹായ ട്രക്കുകളും അനുവദിക്കില്ല. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് ഈജിപ്ത്, ഇന്തോനേഷ്യ, ജോർദാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കിയ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ ഗാസയിൽ ഹമാസ് വിരുദ്ധ നീക്കത്തിന് ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ സംഘത്തിന്റെ തലവൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഹമാസിനെതിരെ ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുകയും മാനുഷിക സഹായം കൊള്ളയടിക്കുകയും ചെയ്ത അബൂ ഷബാബ് മിലിഷ്യയുടെ തലവൻ യാസർ അബൂ ഷബാബാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയുടെ ഭാവി ഭരണകൂടം തന്റേതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് യാസർ അബൂ ഷബാബ്. ഗാസയിൽ വെച്ചാണ് യാസർ അബൂ ഷബാബ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ആഭ്യന്തര കലഹത്തിലാണ് അബൂ ഷബാബ് കൊല്ലപ്പെട്ടതെന്നും ഹമാസ് ആക്രമണത്തിലല്ലെന്നുമാണ് റിപ്പോർട്ട്. പരിക്കേറ്റ അബൂ ഷബാബിനെ തെക്കൻ ഇസ്രായേൽ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില ആളുകളാൽ അബൂ ഷബാബ് മിലിഷ്യയിലെ മറ്റ് ചില അംഗങ്ങളും കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ക്യാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. യാസർ അബൂ ഷബാബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉൾപ്പെടെ ഗാസയിലെ സായുധ ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.